ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ഹൈസിൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു വ്ലോഗാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഈവനിങ്, അതായത് October 3 ഈവനിങ് ഒരു ആവാൻ നേരത്താണ് അസി നമ്മൾ നാട്ടിലെത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രബഡയിൽ നിന്നുള്ളൊരു ഷോപ്പിങ്ങും കാര്യങ്ങളും, അപ്പോൾ അതിനെന്തായാലും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങണം എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ഇറങ്ങിയതാണ്. ഗിഫ്റ്റ് ഒരു ഡ്രസ്സൊക്കെ എടുക്കണം. വലിയ ഫംഗ്ഷനായിട്ടൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ പോയത് SM സ്ട്രീറ്റിലോട്ടാണ്. പെട്ടെന്ന് കാര്യങ്ങൾ തീർത്ത് നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ OSSലിൻ്റെ ഉള്ളിലോട്ടാണ് വന്നത്. വണ്ടി വാങ്ങാനാണ് അസിൻ്റെ പ്ലാൻ, എന്തെങ്കിലും ബൈക്കോ സ്കൂട്ടറായിട്ടോ. നമ്മളിവിടെ വന്നിട്ട് 1-2 നോക്കിയിട്ട് OSSലിൽ ആകുമ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് നമുക്ക് സാധനങ്ങൾ കിട്ടും കേട്ടോ. പിന്നെ ഇതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ജീപ്പ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഒന്ന് നോക്കിയിട്ട് അസിന് ഇഷ്ടംപോലൊരു വണ്ടി നമ്മൾ വാങ്ങി. ഞാനൊരു ഗിഫ്റ്റ് വേറെ വാങ്ങിയിട്ടുണ്ടോ, അത് ഞാനിപ്പം കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ വാങ്ങി അവൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി. ഗുഡ് മോർണിംഗ്. ഇന്നെന്താണ്? യെസ് ഗൈസ്, ഇന്ന് ഹൈസിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. നമ്മൾ കുളിച്ച് ഫ്രഷ് ആവാൻ പോവാണ് ഗൈസ്. നമ്മൾ കുളിച്ച് ബ്രഷ് ചെയ്ത് കുളിച്ച് ഈ ഒരു വീഡിയോ മൊത്തം കംപ്ലീറ്റ് ആക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. നമ്മൾ ഷോപ്പ് ചെയ്ത് നൈറ്റ് വീട്ടിലെത്തിയിട്ട് പിന്നെ പെട്ടെന്ന് ടയേർഡായിട്ട് ഉറങ്ങി കിട്ടും. പിന്നെ മോർണിംഗ് ഇത് ഹൈസ് വേവിന് ഉണർന്നിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടതൊക്കെ. അപ്പോൾ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ ഇത്. ഇവർ രണ്ടാളും ഉണർത്തി ഫുഡൊക്കെ കുക്ക് ചെയ്തൊക്കെ വരുമ്പോഴേക്കൊരു ടൈമായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അങ്ങനെ അവനെ വേഗം ഫ്രഷപ്പ് ആക്കിയും ഡ്രസ്സൊക്കെ ചേഞ്ച് കൊടുത്ത് ലൈറ്റിംഗ് പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞ ഒരു ഗിഫ്റ്റ് ഇതാണ്, ഞാനിതാണ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഈവനിങ് ആണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ സ്പൈഡർമാൻ്റെ തീമായിരുന്നു നമ്മുടെ കേക്ക് കാര്യങ്ങളൊക്കെ. അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, എനിക്ക് സ്പൈഡർമാൻ കേക്ക് മതി മമ്മ, സ്പൈഡർമാൻ കേക്ക് മതി എന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അസി വരുന്നതിന് മുമ്പ് കേക്കിൻ്റെ ഓർഡറൊക്കെ കൊടുത്ത് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് ഞാൻ 3 മണിക്കാണ് കേക്കിൻ്റെ നമ്മൾ പറഞ്ഞത് ഇങ്ങോട്ട് കിട്ടണമെന്നുള്ളത്. പക്ഷേ നമ്മൾ അതിനും ലേറ്റ് ആയിട്ട് നമ്മൾ പോയി വാങ്ങിയതൊക്കെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ പ്ലാനിങ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലേറ്റായി. ആദ്യം ഹൈസി മാത്രം, ഇപ്പോൾ ഹേസലിനും നമ്മൾ കെയർ ചെയ്യണം. പിന്നെ എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ ഒരു വീഡിയോ ആണെങ്കിലും നമ്മൾ വേർട്ടിക്കലായിട്ടാട്ടോ നമ്മൾ ഇവിടുന്ന് കേക്ക് കട്ടിങ്ങിൻ്റെ അങ്ങോട്ട് മുഴുവനുള്ളത്. ഞാൻ രാവിലെ മുതലേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പകുതിയാക്കി വെച്ചിട്ടാണുള്ളത്. കാരണം ബാക്കി എനിക്കൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയി, കുക്കിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിപ്പോയി. അപ്പം ഇതെനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണോ എന്നുള്ളത്. കാരണം കുറച്ച് ഹൊറിസോണ്ടൽ പിന്നെ കുറച്ച് വെർട്ടിക്കലൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മളത് അപ്ലോഡ് ചെയ്തു ഞാൻ എന്തായാലും. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഹൈസിക്കാണെങ്കിൽ എടുത്ത് യൂട്യൂബൊക്കെ നോക്കുമ്പോൾ കാണാമല്ലോ നമ്മുടെ ഫസ്റ്റ് ബർത്ത്ഡേ, സെക്കൻഡ് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കൊരു മെമ്മറബിൾ മൊമെൻ്റ് ആണ് ഇതൊക്കെ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ മക്കൾ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാമല്ലോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, വെർട്ടിക്കലാണെങ്കിലും ഹൊറിസോണ്ടലാണെങ്കിലും ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പിന്നെ ഒരുപാട് പേരൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു കേക്ക് കട്ടിങ് ഫുഡ് എന്നുള്ളത്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തു. ചെറുതായിട്ട് നമ്മുടെ പരിപാടിയൊക്കെ നല്ല ശാന്തമായിട്ട് തന്നെ അവസാനിച്ചു. അവന് ഹാപ്പിയാണ്. ഹൈസിൻ്റെ ഒരു ബർത്ത്ഡേ, ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ, കേക്ക് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.